വെൽക്കം ടു ഷെമിബാസ്. ഞങ്ങളുടെ ഈ യാത്ര കോഫികളുടെ നാട്, ലാൻഡ് ഓഫ് കോഫി എന്നറിയപ്പെടുന്ന ചിക്ക്മാംഗ്ലൂരിലേക്കും ലോകത്തിലെ 13ാമത്തതും ഇന്ത്യയിലെ 2ാമത്തതുമായ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഷിമോഗ സാഗരയിലെ ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടവും കാണുവാൻ വേണ്ടിയാണ്. ഇന്ന് ചൊവ്വാഴ്ച 28-ാം തീയതി രാവിലെ 6:30 മണിക്കാണ് ഞങ്ങൾ പനത്തടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നമ്മളിപ്പോ സുള്ളിയെത്തി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെക്കാന്ന് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. സുള്ളിയിൽ നിന്ന് ചിക്ക്മാംഗ്ലൂരിലേക്ക് ഏകദേശം 5 മണിക്കൂറാണ് കാണിക്കുന്നുള്ളത്. സുള്ളിയത്ത് നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് പോകേണ്ടത്. സുള്ളിയത്തിന് കുറച്ച് മുമ്പോട്ട് പോയ പൈച്ചാലിന് സ്ഥലമുണ്ട്. പൈച്ചാലിന് റൈറ്റ് ബൈ സുബ്രഹ്മണ്യം വഴിയാണ് ഞങ്ങൾ ചിക്ക്മാംഗ്ലൂരിലേക്ക് പോകുന്നത്. സുള്ളിയ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ നല്ല ഫോറസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ രാവിലെ ഏകദേശം 7-7:30 മണി സമയത്താണ് ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ കൂടി പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് പോകാൻ. സൂപ്പർ ഫോറസ്റ്റ്. ഞങ്ങള് സുള്ളിയത്തിലെ വിട്ട് കുറെ ഫോറസ്റ്റ് വഴി യാത്ര ചെയ്ത് സുബ്രഹ്മണ്യം ടൗണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സുബ്രഹ്മണ്യം ടൗണിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം നമ്മൾ 6:30 മണിക്കാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. അപ്പോൾ 6 മണിക്ക് തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നത് ഒരു നല്ല റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, നിവേദ്യ എന്ന് പറഞ്ഞിട്ട്. ഒരു ഹൈഡാക്കി വെച്ചതാ. സുബ്രഹ്മണ്യന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മള് പിന്നെ വന്നത് ഫോറസ്റ്റിലേക്ക് തന്നെയാണ്. പിന്നെയുള്ള യാത്ര വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പൊ 2.5 മണിക്കൂറാണ് ചിക്ക്മാംഗ്ലൂരിലേക്ക് കാണിക്കുന്നത്. ഞങ്ങൾ ലേറ്റ് ആവും, കാരണം ഞങ്ങളുടെ ഇടയിൽ നല്ല എവിടെയെങ്കിലും സ്പോട്ട് കിട്ടുമ്പോൾ അവിടെ നിർത്തിയിട്ടൊക്കെയാണ് ഫോട്ടോസ് ഒക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് 2.5 മണിക്കൂർ, ചിലപ്പം 5 മണിക്കൂർ ആവാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു റെസ്റ്റാണ്, വിശ്രമത്തിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ നല്ല ഫോറസ്റ്റ് വഴിയുടെ കൂടി പോകുമ്പം കുറച്ചൊരു ഓപ്പൺ സ്പേസ് കിട്ടി. അപ്പോൾ അതിൽ നല്ല അടിപൊളി സീനുണ്ട് ഇവിടെ. പോകുന്ന വഴിയിൽ ഉടനീളം മങ്കികളുടെ ഒരു കളി തന്നെയായിരുന്നു. വേറൊരു അടിപൊളി സ്ഥലമുണ്ട്, കാണിച്ചു തരാം. എന്താണ് നമ്മള് പോകുന്ന വഴിയിലൊരു മനോഹര കാഴ്ച കണ്ട്. റോഡിന്റെ സൈഡില് ഒരു ഫാമിലി മരത്തിന്റെ തടി കൊണ്ട് നല്ല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് അത് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് കണ്ടപ്പോൾ നിർത്തി ഒന്ന് നോക്കാന്ന് വെച്ചു. ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ നല്ല രസമായിട്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കാട്ടിൽ നിന്ന് തടി കൊണ്ടുവന്നിട്ട് ഇതുപോലെ തടികൾ കൊണ്ടുവന്നിട്ട് അവര് പല ഷേപ്പുകളിലെ തടി കൊണ്ടുവന്ന് അവര് ചെത്തി മിനുക്കി നല്ല പോളിഷൊക്കെ ആക്കി ഇതൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കുകയാണ്. ಅಕ್ಕ ಒಂದಿಗೆ ಎಷ್ಟು ಬರ್ತದೆ ಅಕ್ಕ? ಅದು ನಿಮ್ಮ ಚಾನಲ್ ನೇಮ್ ಮಾಡಿ ಸರ್. 450 ಸರ್ ಚಾನಲ್ യൂട്യൂബ് യൂട്യൂബ്. അത് പറയുന്നത് ഒന്നിന് 450 രൂപ വരെയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇത് 150 only 50 1 piece only 50 rupees. ഇവര് ബാംഗ്ലൂരിലേക്ക് വന്ന കുറച്ച് ആൾക്കാരും കൂടി ഇവിടുന്ന് വഴി വെച്ച് കണ്ടതാണ്. ഓക്കെ, ബൈ 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 ബൈ. കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ വീണ്ടും ഫോറസ്റ്റിലേക്ക് എത്തി. ഇനി ഒരു 1.5 മണിക്കൂറും കൂടി യാത്ര ചെയ്താൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ചിക്ക്മാംഗ്ലൂരിലേക്ക് എത്തും. പോകുന്ന വഴിയിൽ നമുക്ക് നിരവധി കാപ്പിത്തോട്ടങ്ങൾ, കൊക്കോന്റെ തോട്ടങ്ങൾ കാണാൻ പറ്റും. കോഫി എസ്റ്റേറ്റും അതുപോലെ തന്നെ ഒരുപാട് കൊക്കോ എസ്റ്റേറ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ശരിക്കും ഒരു എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ. നല്ല ഒരു എന്താ പറയാ, മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.
ഇവിടെ അതുപോലെ തന്നെ വേറെ കാണുന്ന കൃഷി എന്താ വെച്ച് കഴിഞ്ഞെങ്കിൽ കോണാണ്. നമ്മുടെ ഈ കാണുന്നതൊക്കെ സ്വീറ്റ് കോണാണ്. സ്വീറ്റ് കോണിൻ്റെ ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇവിടെ. എനിക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ. Head northwest on Fairwear Road. ഇനിയൊരു 30 മിനിറ്റും കൂടി പോയി ഞങ്ങൾ ചിക്ക്മംഗ്ലൂർ എത്താനായി. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ എന്താണ് ഫാം ഹണി ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഹണി ഇവർ തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഹണിയൊക്കെ വാങ്ങാം. നല്ല ഫ്രഷ് ഹണി എന്നാണ് പറയുന്നത്. ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്തു. പെട്ടെന്ന് ഒരു ചെറിയ ടൗണിലെത്തി. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമാണ്. ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ വളരെ സജീവമാണ്. ആൾക്കാർ ചന്തകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ആടുകളും മാടുകളും ഒക്കെയായി വളരെ സജീവമായിട്ടുള്ള, അതേസമയം കർഷകർ മാത്രമായിട്ടുള്ള ഗ്രാമങ്ങളാണ് ഇത്തരം ഗ്രാമങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണുവാൻ വേണ്ടി കഴിയും. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന ചോളത്തോട്ടങ്ങളും അതുപോലെ തന്നെ മല്ലികച്ചെടി പോലെയുള്ള ചെടികളുടെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികളുടെ വലിയ തോട്ടങ്ങളൊക്കെ കടന്ന് ഞങ്ങൾ അവസാനം ചിക്ക്മംഗ്ലൂരിന്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. സമയം 1:20 ഉച്ചക്ക് ഞങ്ങൾ ചിക്ക്മംഗ്ലൂർ എത്തി. അടിപൊളി യാത്രയായിരുന്നു. യാത്രയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിക്ക്മംഗ്ലൂർ എത്തി. അപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ, എൻ്റെ ബ്രദർ അബ്ദുറഹ്മാന്റെ ഫ്രണ്ട് സേതു കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് ഞാൻ നല്ല അക്കോമഡേഷൻ, എവിടെയെങ്കിലും നല്ല ഹോട്ടൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂളി പറഞ്ഞു വണ്ടി സൈഡാക്ക്, 5 മിനിറ്റിനുള്ളിൽ നീ തിരിച്ചു വിളിക്കാം, അപ്പോൾ നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം റൂം എടുക്കണം. 2 ഹോട്ടലുകളാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഒന്ന് ഗ്രാൻഡ് കൃഷ്ണ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒന്ന് ക്രിസ്റ്റൽ ഇൻ. ഇപ്പം വന്നിരിക്കുന്ന ക്രിസ്റ്റൽ ഇന്നിലാണ്. അപ്പോൾ റൂമിൽ പോയി നോക്കട്ടെ എങ്ങനെയാന്ന്. അതിനുശേഷം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. റൂം കാണിച്ചു തരാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ബ്രദേഴ്സ്. ഇങ്ങനെ വരുന്നല്ലേ. ഇത് 2 ബെഡ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വേറെ റൂം കാണിച്ചു തന്നു. ഇത് ഇഷ്ടപ്പെട്ടു. ഇതെടുക്കാം അല്ലേ? ഏത് വേണ്ടത്? ക്രിസ്റ്റൽ ഇൻ ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ നിന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ റൂമിൽ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചിക്ക്മംഗ്ലൂരിലെ എന്താ പറയാ, ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒന്നിങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് പശുക്കളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. റോഡിന്റെ സൈഡിൽ വഴി മുടക്കി നിൽക്കുന്ന പശുക്കളും. പശ്ചിമഘട്ടത്തിലെ മുല്ലേനിഗിരി കൊടുമുടിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചിക്ക്മംഗ്ലൂർ സുഖകരവും അനുകൂലവുമായ ഹിൽ സ്റ്റേഷൻസ്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ, കാപ്പി എസ്റ്റേറ്റുകൾ എന്നിവയാൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1090 മീറ്റർ, അതായത് 3580 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് കർണാടകയിലെ 3ാമത്തെ ഉയർന്ന നഗരമാണ് ഈ ചിക്ക്മംഗ്ലൂർ. ചിക്ക്മംഗ്ലൂരിന്റെ വടക്ക് ഭാഗത്തായി പ്രാകൃതമായ ബാബ ബുധൻഗിരി സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് ബാബ ബുധൻ ഇന്ത്യയിലേക്ക് ആദ്യമായി കാപ്പി കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലുള്ള യാത്ര തുടരുകയാണ്. ഈ വനപ്രദേശങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ചിക്ക്മംഗ്ലൂരിലെ വളരെ പ്രശസ്തമായ ഹിറക്കൊലലെ ലേക്ക് കാണുവാനാണ്. അതായത് ചിക്ക്മംഗ്ലൂർ പട്ടണത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും സമീപ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജലസേചന ആവശ്യങ്ങൾക്കുമായി വെള്ളം എത്തിക്കുന്നതിനായാണ് ഈ ഹിറക്കൊലലെ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഹിറക്കൊലലെ ലേക്ക്, അങ്ങനെയാണ് പറഞ്ഞത്. ഹിറക്കൊലലെ ലേക്ക് ഒന്നുമില്ല, വലിയൊരു ലേക്ക്. ഇവിടെ ആ ലേക്കിന്റെ ഇതിലേ ഇങ്ങനെ നടന്നു പോകേണ്ട വഴി. പക്ഷേ രക്ഷയില്ല. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര കാറ്റാണ്. കൊടയൊക്കെ പറന്നു പോവാണ്. ഓ മൈ ഗോഡ്, എന്റെ കൊട പൊളിച്ചു. കൊട വേണ്ട. അപ്പൊ ഇതില് ഭയങ്കര കാറ്റാണ്. സൂപ്പർ വ്യൂ. ചെറിയ മഴയുണ്ടായതുകൊണ്ട് ഫിൽസാന്നും ആദമും ഇറങ്ങിയിട്ടില്ല. നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാണ്. നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്ത് കിട്ടും. സ്വീറ്റ് കോൺ
ചിക്കമംഗളൂരിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ഈ പോകുന്നത് ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം കാണുവാനാണ്. ചെന്നകേശവ ടെമ്പിൾ. ബേളൂർ ചെന്നകേശവ ടെമ്പിൾ ആണിത്. ഇത് ആർക്കിയോളജിക്കലില് വളരെ പ്രാധാന്യമുള്ള ഒരു ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ചെരുപ്പല്ല ഒരുട്ടല്ലേ. വിജയനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ചെന്നകേശവ ക്ഷേത്രം ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഹസൻ ജില്ലയിൽ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ആദ്യകാല തലസ്ഥാനമായ ബേലൂരിലെ യോഗാച്ചി നദിയുടെ തീരത്ത് AD 1117 വിഷ്ണുവർദ്ധൻ രാജാവാണ് ഇത് കമ്മീഷൻ ചെയ്തത്. 3 തലമുറകളിലായി നിർമ്മിച്ച ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ 103 വർഷമാണ് എടുത്തത്. യുദ്ധങ്ങളിൽ ഇത് ആവർത്തിച്ച് കേടുപാടുകൾ സംഭവിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. പിന്നീട് ഇത് പുനർനിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്തതാണ്. ഇത് ഹസൻ നഗരത്തിൽ നിന്ന് 35 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം മഹത്തായ ഐശ്വര്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് ചിക്ക്മാംഗ്ലൂരിലെ ജെറി വാട്ടർഫോൾ. മുമ്പിലാണുള്ളത് നമ്മള്. നീ മുകളിൽ ഉണ്ടാക്കിയിട്ടില്ലേ? I'm a monkey himself. അതുപോലെ ഞാനിപ്പോ നിൽക്കുന്നത് ലോകത്തിലെ 13ാമത്തതും ഇന്ത്യയിലെ 2ാമത്തതുമായ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിലാണ്. ഡോഗ് ഫാൾസ്. മിക്കവാറും ഫോറസ്റ്റിൽ എത്തണ്ട, അതിന്റെ മുമ്പേ ടൈഗറിനെ കാണും തോന്നുന്നു. അങ്ങനത്തെ കൊടും കാടാണ്. മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന മുല്ലയാനഗിരി പർവ്വതനിരകൾ, ജീപ്പ് വഴി മാത്രം സഞ്ചരിച്ചെത്തുന്ന കൊടും കാട്ടിലെ ജെറി ഫാൾസ്, ചിക്ക്മാംഗ്ലൂരിലെയും സാഗര ഷിമോഗയിലെയും ഗ്രാമീണ കാഴ്ചകൾ, ഷിമോഗ ഫോറസ്റ്റിൽ സ്വൈര്യമായി വിഹരിക്കുന്ന സിംഹങ്ങൾ, ലോകത്തിലെ 13ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തേതും ഏറ്റവും വലിയ ജോഗ് ഫാൾസ് തുടങ്ങി ഞങ്ങളെ അതിശയിപ്പിച്ച നിരവധി കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. കൂടെ ഓരോന്നും പറഞ്ഞു തന്ന് സപ്പോർട്ട് ചെയ്ത സേതു ബ്രദറിനും ബിഗ് താങ്ക്സ്. ആദ്യ ദിവസത്തിൽ ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ച ആ ലേക്കും പിന്നീട് ചെന്നകേശവ ടെമ്പിളിൽ മാത്രമായിരുന്നു പോയിരുന്നത്. ഇനി നല്ലൊരു യാത്രാക്ഷീണമുണ്ട്. നന്നായി റെസ്റ്റ് എടുക്കണം. ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഇനി ബാക്കിയുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. Goodbye.